ലക്ഷ്മിയെ ടെറസിലേക്ക് വിളിച്ചു വരുത്തി ശേഖർ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു. സാരമില്ല, ഈ പയ്യനിൽ നിന്ന് നമ്മുടെ മകളെ രക്ഷിക്കാനുള്ള ഒരു വഴി കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ലക്ഷ്മി സന്തോഷിച്ചു. വീട്ടിലുള്ള കാവ്യയോട് ഇനി ദേഷ്യപ്പെടേണ്ട എന്ന് തീരുമാനിച്ച ശേഖർ മകളോടൊപ്പം ഇരുന്ന് ചെസ്സ് കളിച്ചു. കാവ്യ, നാളെ മുതൽ കോളേജിൽ പോയിക്കോളൂ. വിവേകുമായി ഒരിടത്തും പോകരുത്. ഒരു ജോലി കിട്ടുന്നതുവരെ അവനുമായി അകലം പാലിക്കുന്നതാണ് നിനക്ക് നല്ലത്, ലക്ഷ്മി മകളെ പറഞ്ഞു മനസ്സിലാക്കി. വൈകുന്നേരം പുറത്തിരുന്നു കൊണ്ട് ശേഖർ പറഞ്ഞു, ലക്ഷ്മി, നല്ല കടുപ്പത്തിലൊരു ഇഞ്ചി ചായ എടുത്തു തരുമോ? ദേവ് അയച്ച ആ ഒരു കവർ ശേഖറിന് നൽകിയിട്ട് ഒരാൾ അവിടെ നിന്നും പോയി. നിങ്ങളുടെ ഒരു മിത്രം എന്നെഴുതിയ ആ കവർ തുറന്നു നോക്കിയപ്പോൾ ശേഖർ ഞെട്ടിപ്പോയി. ശ്യാമളയുടെ കുടുംബവും രാഘവൻ നായരുടെ കുടുംബവും തമ്മിൽ വിവാഹ നിശ്ചയത്തിൻ്റെ ഭാഗമായി ചടങ്ങുകൾ നടത്തുന്ന ഫോട്ടോകളായിരുന്നു അതിൽ. കൂടെ ഉണ്ടായിരുന്ന കത്ത് അയാൾ വേഗം തുറന്നു വായിച്ചു. ഹായ്, ഞാൻ ആരാണെന്നോ എന്തിനാണിത് നിങ്ങൾക്ക് അയച്ചതെന്നോ ഉടനെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഫോട്ടോയിൽ കാണുന്നത് നിങ്ങളുടെ മരുമകൻ വിവേകിൻ്റെ അമ്മയും അനിയത്തിയും അവരുടെ കുടുംബവുമാണ്. കൂടെ രാഘവൻ നായരുടെ കുടുംബവുമുണ്ട്. ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഇവരുടെ വിവാഹ നിശ്ചയത്തിൻ്റെ തെളിവാണ് ഈ ഫോട്ടോകൾ. നിങ്ങളുടെ മരുമകൻ ഇന്നലെ പെണ്ണു കാണാൻ പോവുകയും ഈ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് രഘുവിനോട് ചോദിക്കണം എന്ന് കരുതി ശേഖർ രഘുവിനെ ഫോൺ ചെയ്തു. എൻ്റെ അയൽപ്പക്കത്തൊരു വക്കീലുണ്ട് ശേഖർ, ഞാൻ അദ്ദേഹത്തെയും കൂട്ടി വരാം എന്ന് രഘു മറുപടി നൽകി. അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ വിവേക് ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്നത് കണ്ടു. ഇതൊന്ന് നോക്കൂ, ആ പയ്യൻ വരുന്നു എന്ന് ലക്ഷ്മി അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു. വിവേക് വന്ന കാര്യം രഘുവിനോട് പറഞ്ഞ് വക്കീലിനെയും കൂട്ടി ഉടനെ വരാൻ ആവശ്യപ്പെട്ട് ശേഖർ ഫോൺ വെച്ചു. അവർ രണ്ടുപേരും പടികളിറങ്ങി വീടിൻ്റെ ഉമ്മറത്തേക്ക് വന്നു. പടിക്കെട്ടുകൾക്ക് ഇടതുവശത്തായിരുന്നു വീടിൻ്റെ പ്രധാന വാതിൽ. നമസ്കാരങ്ങൾ എന്ന് പറഞ്ഞ് വിവേകിനെ ശേഖർ ദേഷ്യത്തോടെ നോക്കി. പുറത്തു വെച്ച് വഴക്കുണ്ടാക്കി 4 പേരെ കാണിക്കുന്നത് മോശമാണെന്ന് കരുതി ശേഖർ ഒന്നും മിണ്ടിയില്ല. ഒരു വാക്കുപോലും ഞങ്ങളോട് പറയാതെ ഞങ്ങളുടെ മകളെ വിവാഹം ചെയ്തത് എന്തിനാ മോനെ? ഞങ്ങൾ മരിച്ചുപോയി എന്നാണോ നീ കരുതിയത് എന്ന് ലക്ഷ്മി സങ്കടത്തോടെ അവനോട് ചോദിച്ചു. ആ സമയത്ത് കാവ്യ ഹാളിലേക്ക് നടന്നു വന്നു. ക്ഷമിക്കണം ആൻറ്റി, നിങ്ങൾ ഇതിന് സമ്മതിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു, വിവേക് താഴ്മയോടെ പറഞ്ഞു. നീ ചോദിച്ചു നോക്കിയിരുന്നെങ്കിലല്ലേ ഞങ്ങളുടെ മറുപടി അറിയാൻ കഴിയുമായിരുന്നുള്ളൂ, ശേഖർ പരുഷമായി മറുപടി നൽകി. മാമ, തെറ്റുപറ്റിപ്പോയി, ദയവായി എന്നോട് ക്ഷമിക്കണം, വിവേക് വീണ്ടും അപേക്ഷിച്ചു. കാവ്യ കൈവിടാൻ അവനൊട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സമാധാനപരമായി സംസാരിക്കണമെന്ന് അവൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. വിവേകിൻ്റെ വാക്കുകൾ കേട്ട ശേഖർ ഗൗരവത്തിൽ ചോദിച്ചു, ഏത് തെറ്റിനാണ് എന്നോട് ഞാൻ ക്ഷമിക്കേണ്ടത്? എൻ്റെ മകളും വിവാഹം കഴിച്ചതിനോ അതോ കഴിഞ്ഞ ദിവസം മറ്റൊരു പെണ്ണ് കാണലിന് പോയതിനോ? ശേഖർ ഗൗരവത്തിൽ ചോദിച്ചു. വിവേക് ആകെ ഞെട്ടിപ്പോയി. അവൻ്റെ മുഖത്തെ പ്രസന്നത അപ്രത്യക്ഷമായി. കണ്ണു നിറഞ്ഞു നിൽക്കുന്ന കാവ്യയുടെ നോട്ടം ഇത് സത്യമാണോ എന്ന് അവനോട് ചോദിക്കുന്നത് പോലെ വിവേകിന് തോന്നി. അങ്കിൾ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ നാട്ടിലേക്ക് പോയത് അമ്മയുടെ വീട്ടിലെ ഒരു പൂജയ്ക്ക് വേണ്ടിയാണ്. കാവ്യ എനിക്ക് പ്രാണനാണ്. ഇഷ്ടപ്പെട്ട് രജിസ്റ്റർ വിവാഹം ചെയ്ത ഞാൻ എങ്ങനെയാണ് മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുന്നത്? അവൻ ആത്മവിശ്വാസത്തോടെ ചോദിച്ചു. എന്നാൽ ശേഖർ തൻ്റെ പക്കലുണ്ടായിരുന്ന ഫോട്ടോകൾ പുറത്തെടുത്ത് വിവേകിന് നൽകി. കമലാകർ നൽകിയ കോൾ റെക്കോർഡുകൾ കൂടി കേൾപ്പിച്ചതോടെ വിവേക് ആകെ തകർന്നുപോയി. അവൻ കാവ്യയോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. എങ്കിൽ നമുക്ക് നിൻ്റെ നാട്ടിലേക്ക് പോകാം. നിൻ്റെ വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച ആ കല്യാണത്തെക്കുറിച്ച് നമുക്ക് അവിടെ പോയി സംസാരിക്കാം എന്ന് ലക്ഷ്മി പറഞ്ഞു. അയ്യോ ആൻറ്റി, അങ്ങനെയൊന്നും ചെയ്യരുത്. എൻ്റെ അമ്മാവൻ അത്ര നല്ല മനുഷ്യനല്ല. ദേഷ്യം വന്നാൽ അദ്ദേഹം അമ്മയെ അനിയത്തെയും എന്തെങ്കിലും ചെയ്യും. ഞാൻ തന്നെ പതുക്കെ സംസാരിച്ച് വിവാഹം മുടക്കിക്കോളാം എന്ന് വിവേക് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല വിവേക്, നാളെ രാവിലെ തന്നെ നമ്മൾ നിൻ്റെ നാട്ടിലേക്ക് പോകും, ശേഖർ ഉറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ട വിവേകിന് ദേഷ്യം വന്നു. നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാകില്ലേ? ആ കല്യാണം മുടങ്ങുന്നത് എനിക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണോ എന്ന് അവൻ ഉറക്കെ പറഞ്ഞു. അതെ, ഞാൻ എടുത്തു ചാടി വിവാഹം കഴിച്ചു പോയി. എനിക്ക് ഈ വിവാഹത്തിന് ആവശ്യമില്ല, അവൻ പരുഷമായി സംസാരിച്ചു. വിവേകിൻ്റെ മാറ്റം കണ്ട് എല്ലാവരും നടുങ്ങി നിൽക്കുമ്പോഴാണ് രഘു വക്കീലുമായി അവിടേക്ക് എത്തിയത്. വിവേകിൻ്റെ വാക്കുകൾ കേട്ട വക്കീൽ അവനോട് ചോദിച്ചു, ശരി, എങ്കിൽ നിനക്ക് ഈ വിവാഹം ഇഷ്ടമല്ലല്ലോ? അവൻ അതെ എന്ന് മറുപടി നൽകി. ഉടനെ തന്നെ വക്കീൽ തൻ്റെ ബാഗിൽ നിന്നൊരു രേഖ പുറത്തെടുത്ത് വിവേകിന് നൽകി. എങ്കിൽ ഇതിൽ ഒപ്പിടൂ. തങ്ങൾ അവിവേകം കാരണം ചെയ്ത വിവാഹം റദ്ദാക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്ന അപേക്ഷയാണിത്, വക്കീൽ പറഞ്ഞു. നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ കാവ്യ തകർന്നുപോയി.
അവൾ ഒരു യന്ത്രത്തെപ്പോലെ ചെന്ന് ആ രേഖയിൽ ഒപ്പിട്ട് കരഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് ഓടിപ്പോയി. ഞാൻ ഇത് വേഗത്തിൽ പ്രോസസ്സ് ചെയ്യിപ്പിക്കാം. നിങ്ങൾ വന്ന് ജഡ്ജിക്ക് മുന്നിൽ തെറ്റ് സമ്മതിക്കണം എന്ന് വക്കീൽ വിവേകിനോട് പറഞ്ഞു. വിവേക് അത് ശരിവെച്ച് അവിടെ നിന്നും ഇറങ്ങി. ഇനി ഒരിക്കലും നീ എൻ്റെ മകളുടെ അടുത്തേക്ക് വരരുത്. അവളെ ബുദ്ധിമുട്ടിച്ചാൽ എൻ്റെ ഉള്ളിലെ രാക്ഷസനെ നീ കാണും എന്ന് ശേഖർ വിവേകിന് താക്കീത് നൽകി. അത് കേട്ട് വിവേക് ഒരു പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. ആ ചിരി ശേഖറിൽ എന്തോ ഒരു ഭയം നിറച്ചു. എന്നാൽ ആ പുഞ്ചിരിയുടെ പിന്നിലെ അർത്ഥത്തെക്കുറിച്ച് നാരായണൻ ചിന്തിച്ചു കൊണ്ടിരുന്നു.